എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ ഗോവധ നിരോധനം നടപ്പാക്കിയിരിക്കുകയാണ്. ഇത് സർക്കാരല്ല നടപ്പാക്കിയിരിക്കുന്നത്, മറിച്ച് മദ്രാസ് ഹൈക്കോടതിയാണ്. ബക്രീദുമായി ബന്ധപ്പെട്ട് അവിടെ സാധാരണയുള്ള അറവുശാലകളല്ലാതെ താൽക്കാലികമായിട്ടുണ്ടാക്കുന്ന ഷെഡുകളിൽ സാധാരണഗതിയിൽ പശുക്കളെ അറക്കുന്ന ഒരു രീതിയുണ്ട്. അതിനെതിരെ കെ സൂര്യപ്രശാന്ത് എന്നൊരാൾ ഇതൊക്കെ അനധികൃതമാണ്, അത് അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പൊതു താൽപ്പര്യ ഹർജി മദ്രാസ് ഹൈക്കോടതിയിൽ കൊടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ആവശ്യം തന്നെ ഇത്തരത്തിൽ അനധികൃതമായി ഉണ്ടാക്കുന്ന താൽക്കാലികമായിട്ടുള്ള ഷെഡുകൾ, അറവുശാലകൾ ഒക്കെ തന്നെ നിയമപ്രകാരം പ്രവർത്തിക്കുന്നതല്ല, അതൊക്കെ പൊതുവിടങ്ങളിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്, അതെല്ലാം തന്നെ നിരോധിക്കണം എന്നുള്ളതായിരുന്നു ആവശ്യം. ജസ്റ്റിസ് GR സ്വാമിനാഥൻ, ജസ്റ്റിസ് V ലക്ഷ്മിനാരായണൻ എന്നിവരടങ്ങിയ രണ്ടംഗ ബെഞ്ച് ഈ പൊതു താൽപ്പര്യ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ശരിയാണെന്ന് അംഗീകരിക്കുന്നു. അതുകൂടാതെ ബക്രീദിൻ്റെ തലേദിവസം എന്ന് മാത്രമല്ല, തമിഴ്നാട്ടിൽ ഒരു ദിവസവും ഗോവധം പാടില്ല എന്നുള്ള ഒരു സമ്പൂർണ്ണ നിരോധന ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിധിയിലേക്ക് ഹൈക്കോടതി എത്തിയത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാരണങ്ങളാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. നോക്കാം. ഇവിടെ കോടതി ഇതിൽ തീർപ്പ് കൽപ്പിക്കാനായി ആശ്രയിച്ചത് നമ്മുടെ ഭരണഘടനയിലെ 48-ാം അനുച്ഛേദമാണ്. അത് സ്റ്റേറ്റിനോട് ആവശ്യപ്പെടുന്നത് ഗോവധം നിരോധിക്കാനാണ്. തന്നെയുമല്ല, നമ്മുടെ ചരിത്രപരവും സാംസ്കാരികവും ഗാന്ധിയൻ ചിന്തയിൽ അധിഷ്ഠിതമായിട്ടുമുള്ള നമ്മുടെ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗോവധം എന്നത് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്ന് കോടതി ഒരു നിഗമനത്തിൽ എത്തിച്ചേരുന്നു. ഇവിടെ പൊതുനിയമങ്ങളും ഭരണഘടനാ തത്വങ്ങളും മാത്രമല്ല മദ്രാസ് ഹൈക്കോടതി പരിഗണിച്ചത്, മറിച്ച് ഇസ്ലാം വിശ്വാസപ്രകാരം ഇങ്ങനെ പശുക്കളെ അറക്കുക എന്നുള്ളത് മതപരമായിട്ടുള്ള അനിവാര്യമായിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണോ എന്നുകൂടിയാണ്. അതിൻ്റെ ഭാഗമായി നേരത്തെ വന്നിട്ടുള്ള പല സുപ്രീം കോടതി വിധികളും മദ്രാസ് ഹൈക്കോടതി പരിശോധിച്ചു. അതിലൊന്ന് മുഹമ്മദ് ഹനീഫ് ഖുറേഷി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന 1958 ഒരു കേസാണ്. അതിൽ സുപ്രീം കോടതി കണ്ടെത്തിയത് ബക്രീദിനോടനുബന്ധിച്ച് പശുക്കളെ അറുക്കുന്നത് മതപരമായി ഒരു അനിവാര്യമായിട്ടുള്ള കാര്യമല്ല എന്നായിരുന്നു. ഇനി ഹൈക്കോടതി പരിഗണിച്ച മറ്റൊരു കേസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ വേഴ്സസ് അശുതോഷ് ലാഹിരി എന്ന 1995 കേസാണ്. ആ കേസിൽ പറയുന്നതും ഇതേ കാര്യം തന്നെയാണ്. ബക്രീദിനോടനുബന്ധിച്ച് പശുക്കളെ അറുക്കുക എന്നുള്ളത് മതപരമായി അനിവാര്യമായിട്ടുള്ള ഒരു ചടങ്ങല്ല എന്ന് അന്നും സുപ്രീം കോടതി കണ്ടെത്തി. ഇനി പരിഗണിച്ച വേറൊരു കേസ് സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത് വേഴ്സസ് മിർസാപൂർ മോത്തി ഖുറേഷി കസബ് ജമാത്ത് 2005 കേസാണ്. അതിൽ കോടതി പറഞ്ഞിരിക്കുന്നതും ഗോവധം പാടില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഭരണഘടന പറയുന്നതനുസരിച്ച് ഗോവധം പാടില്ല. സുപ്രീം കോടതിയുടെ 3 പ്രധാനപ്പെട്ട ജഡ്ജ്മെൻറ്റുകൾ, അതും വ്യത്യസ്തമായിട്ടുള്ള കാലയളവുകളിൽ ഉണ്ടായിരിക്കുന്ന ജഡ്ജ്മെൻറ്റുകളിൽ ഗോവധം പാടില്ല എന്നും ബക്രീദിനോടനുബന്ധിച്ച് പശുക്കളെ അറുക്കുക എന്നത് ഇസ്ലാം വിശ്വാസപ്രകാരം അനിവാര്യമായിട്ടുള്ള ഒരു മത രീതിയല്ല എന്നും പറയുന്നുണ്ട്. ഇതുകൂടാതെ തമിഴ്നാട് ഗവൺമെൻറ് പാസ്സാക്കിയിരിക്കുന്ന മറ്റ് ചില നിയമങ്ങൾ കൂടി മദ്രാസ് ഹൈക്കോടതി പരിഗണിക്കുകയുണ്ടായി. അതിലൊന്ന് 1958 തമിഴ്നാടു ആനിമൽ പ്രിസർവേഷൻ ആക്ട്, അതിൻ്റെ സെക്ഷൻ 4 അതിൽ പറയുന്നതനുസരിച്ച് 10 വയസ്സിന് മുകളിലുള്ള പശുക്കൾ, അതിൽ തന്നെ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടോ ഉപയോഗിക്കാൻ കഴിയാത്ത പശുക്കൾ, ഏതെങ്കിലും തരത്തിൽ പെർമനൻ്റ്ലി ഇൻകപ്പാസിറ്റേറ്റഡ് ആയിപ്പോയ പശുക്കൾ, അങ്ങനെയുള്ള പശുക്കളെ മാത്രമേ അറുക്കാൻ പാടുള്ളൂ എന്നാണ് ഈ നിയമത്തിൽ പറയുന്നത്. എന്നാൽ ഈ നിയമം 48-ാം ഭരണഘടനാ അനുച്ഛേദത്തിന് വിഘാതമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത് കൂടുതൽ ശ്രദ്ധിച്ചു വേണം എന്ന് കോടതി ഇവിടെ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇതുകൂടാതെ ഗവൺമെൻറ് പാസ്സാക്കിയിരുന്ന മറ്റൊരു ഉത്തരവ് കൂടി കോടതി പരിഗണിച്ചു. അത് തമിഴ്നാട് ഗവൺമെൻറ് പാസ്സാക്കിയിരിക്കുന്ന ഗവൺമെൻറ് ഓർഡർ 1715 അതിൽ പറയുന്നതനുസരിച്ച് തമിഴ്നാടിൻ്റെ പ്രാദേശിക സമ്പദ്ഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, പാലുൽപാദനത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി, പ്രജനനത്തിനു വേണ്ടി ഒക്കെ പരിഗണന നൽകിക്കൊണ്ട് തമിഴ്നാട്ടിലുള്ള ഒരു അറവുശാലയിലും പശുക്കളെ അറുക്കാൻ പാടില്ല എന്നാണ്. എക്സിക്യൂട്ടീവ് പവർ എന്നത് ലെജിസ്ലേറ്റീവ് പവറുമായി കോ എക്സ്റ്റൻസീവ് ആണ് എന്ന കാരണത്താൽ ഈ ഗവൺമെൻറ് ഉത്തരവ് ഇപ്പോഴും സാധുതയുള്ളതാണ് എന്ന് ഹൈക്കോടതി കണ്ടെത്തി. ഇനി കോടതി പരിഗണിച്ച മറ്റൊരു നിയമം തമിഴ്നാടു അർബൻ ലോക്കൽ ബോഡീസ് ആക്ട് 1998 അതിൻ്റെ സെക്ഷൻ 113 അതേപോലെ തന്നെ തമിഴ്നാടു അർബൻ ലോക്കൽ ബോഡീസ് റൂൾസ് 2023 അതിൽ 297 298 ചട്ടങ്ങളാണ്. അതിൽ പറയുന്നത് പ്രകാരം മുനിസിപ്പൽ അറവുശാലകളിലും ലൈസൻസ്ഡ് ആയിട്ടുള്ള സ്വകാര്യ അറവുശാലകളിലും മാത്രമേ മൃഗങ്ങളെ അറുക്കാൻ പാടുള്ളൂ. തന്നെയുമല്ല, അതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായിട്ടുള്ള ലൈസൻസിങ് കണ്ടീഷൻസ് ഉണ്ടായിരിക്കണം. അതിന് ശുചീകരണവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള റിക്വയർമെൻ്റ് ഉണ്ട്. വെറ്ററിനറി ഇൻസ്പെക്ഷൻ പൂർത്തിയായിരിക്കണം. അവിടെ CCTV ഉണ്ടായിരിക്കണം. പബ്ലിക്കിൽ നിന്ന് അതിനെ സ്ക്രീൻ ചെയ്യാനായിട്ടുള്ള സംവിധാനം ഉണ്ടായിരിക്കണം. അതേപോലെ വേസ്റ്റ് ഡിസ്പോസൽ റൂളുകളെല്ലാം തന്നെ കൃത്യമായി പാലിച്ചിരിക്കണം. ഇതെല്ലാം തന്നെ നിർബന്ധിതമാണ്. ഇതിൽ പറയുന്നതനുസരിച്ച് മൃഗങ്ങളെ പൊതുസ്ഥലങ്ങളിൽ വെച്ച് അറുക്കാനായിട്ട് പാടില്ല എന്നാണ്. അതുകൂടാതെ താൽക്കാലികമായി ഉണ്ടാക്കിയിരിക്കുന്ന ഷെഡുകളിൽ വെച്ച് അവയെ കശാപ്പ് ചെയ്യാൻ പാടില്ല.
അതേപോലെ സ്ലോട്ടർ ഹൗസായി ഡെസിഗ്നേറ്റ് ചെയ്തിട്ടില്ലാത്ത മറ്റ് ഏരിയകളിൽ വെച്ചും മൃഗങ്ങളെ അറുക്കാൻ പാടില്ല എന്നുള്ള നിയമം തമിഴ്നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി മതപരമായിട്ടുള്ള കാരണങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ കൂടി ഇത്തരം അനുവദനീയമല്ലാത്ത അറവുശാലകളിൽ വെച്ച് മൃഗങ്ങളെ അറുക്കാൻ പാടില്ല എന്നാണ് തമിഴ്നാട്ടിൽ നിലവിലുള്ള നിയമം പറയുന്നത്. ഇനി അതും കൂടാതെ ഈ ഡിവിഷൻ ബെഞ്ചിന്റെ തന്നെ 2020 മറ്റൊരു ഉത്തരവിനെ കൂടി ഇവിടെ ഹൈക്കോടതി റെഫർ ചെയ്യുന്നുണ്ട്. അതിൽ പറയുന്നത് പ്രകാരം മധുരൈ നോർത്ത് ഇന്ത്യൻ വെൽഫെയർ അസോസിയേഷന്റെ റിട്ട് പെറ്റീഷൻ നമ്പർ 10043 2020 അതിൻ്റെ ഓർഡർ വന്നിരിക്കുന്നത് 2020 ജൂലൈ മാസം 30 അതിൻ്റെ അടിസ്ഥാനത്തിൽ മൃഗങ്ങൾക്കെതിരായിട്ടുള്ള ക്രൂരത അവസാനിപ്പിക്കുന്നതിനുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബക്രീദ് ആയിക്കോട്ടെ മറ്റ് ഏതെങ്കിലും ആഘോഷമായിക്കോട്ടെ ആ സമയങ്ങളിൽ ഒന്നും തന്നെ പൊതുസ്ഥലങ്ങളിൽ വെച്ച് മൃഗങ്ങളെ അറുക്കാൻ പാടില്ല എന്ന ഒരു ഉത്തരവ് 2020 ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം പറയുന്നതനുസരിച്ച് സുപ്രീം കോടതിയുടെ 3 കാലയളവിലുണ്ടായിരിക്കുന്ന 3 പ്രധാനപ്പെട്ട ഉത്തരവുകൾ പ്രകാരം മദ്രാസ് ഹൈക്കോടതിയുടെ തന്നെ 2020 ഒരു ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് പ്രകാരം തമിഴ്നാട് സർക്കാർ പല കാലയളവിലായി പാസാക്കിയിരിക്കുന്ന നിയമങ്ങൾ പ്രകാരം തമിഴ്നാട്ടിലെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്ന എക്സിക്യൂട്ടീവ് ഓർഡറുകൾ പ്രകാരം ഇതെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് കോടതി എത്തിയിരിക്കുന്ന അവസാന നിഗമനം തമിഴ്നാട്ടിൽ ബക്രീദിന്റെ തലേദിവസം എന്ന് മാത്രമല്ല നിലവിലുള്ള നിയമങ്ങൾ പ്രകാരം ഒരു ദിവസവും തമിഴ്നാട്ടിൽ പശുക്കളെയോ പശുക്കുട്ടികളെയോ അറുക്കാൻ പാടില്ല എന്നാണ്. ഇത് പൂർണ്ണമായിട്ടും അഡ്ഹിയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് ചീഫ് സെക്രട്ടറിക്കും അതേപോലെ ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള ADGPക്കും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാനും ഇവിടെ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഉത്തരവോടുകൂടി തമിഴ്നാട്ടിൽ വർഷത്തിൽ ഒരു ദിവസവും പശുക്കളെയോ പശുക്കുട്ടികളെയോ അറുക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് പ്രധാനം. അത് മുനിസിപ്പൽ അറവുശാലകളിലാണെങ്കിലും ലൈസൻസ്ഡ് ആയിട്ടുള്ള സ്വകാര്യ അറവുശാലകളിലാണെങ്കിലും പബ്ലിക്കിനെ കാണാൻ കഴിയാത്ത ഇടങ്ങളിലുള്ള അറവുശാലകളിലാണെങ്കിലും താൽക്കാലികമായിട്ടുള്ള ഷെഡുകളിലാണെങ്കിലും ഒരു സ്ഥലത്തും പശുക്കളെയോ പശുക്കുട്ടികളെയോ അറുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്ത് എന്തുകൊണ്ടാണ് ഭരണഘടനയുടെ ഭാഗമായിട്ട് തന്നെ കൃത്യമായി ഒരു അനുച്ഛേദമായി ഗോവധ നിരോധനത്തിന് വേണ്ടി സ്റ്റേറ്റ് ശ്രമിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നതിന് മതപരമായ കാരണങ്ങളോടൊപ്പം തന്നെ സാംസ്കാരികവും ചരിത്രപരവുമായിട്ടുള്ള നിരവധി കാരണങ്ങളുണ്ട്. പണ്ട് മുതൽ തന്നെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം മതപരമായ കാരണങ്ങൾക്ക് പുറമെ പശു വളർത്തലിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ആരോഗ്യപരവും സാമ്പത്തികപരവുമായിട്ടുള്ള പല കാരണങ്ങളുമുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാലുൽപാദനം വർദ്ധിപ്പിക്കുക, പ്രാദേശികമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക തുടങ്ങിയ നിരവധിയായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മഹാത്മാഗാന്ധിയും ഗോവധം നിരോധിക്കണം എന്ന് പറയുകയും പശു വളർത്തൽ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയുകയും ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആർട്ടിക്കിൾ 48 രൂപത്തിൽ നമ്മുടെ ഭരണഘടനയിൽ തന്നെ സ്റ്റേറ്റ് എല്ലായ്പ്പോഴും ഗോവധ നിരോധനത്തിന് വേണ്ടി ശ്രമിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പ്രായോഗികമായി ഇന്ത്യയിൽ ഗോവധ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം കുറവുമാണ്. എന്തായാലും ഈ പൊതുതാൽപര്യ ഹർജിയുമായി ഹൈക്കോടതിയിലേക്ക് പോയ കെ സൂര്യപ്രശാന്ത് എന്ന പരാതിക്കാരന് ലോട്ടറി അടിച്ചതുപോലെയാണ്. പൊതുവിടങ്ങളിൽ താൽക്കാലികമായി ഉണ്ടാക്കിയിരിക്കുന്ന അറവുശാലകളിൽ ബക്രീദിന്റെ തലേദിവസം പശുക്കളെ അറുക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രയർ എങ്കിലും ആ ദിവസങ്ങളിൽ മാത്രമല്ല ഒരു ദിവസവും തമിഴ്നാട്ടിൽ ഒരിടത്തും പശുക്കളെയും പശുക്കുട്ടികളെയും അറുക്കാൻ പാടില്ല എന്ന ഒരു സുപ്രധാന വിധിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതിനെ ചലഞ്ച് ചെയ്യാൻ ഇനി ആൾക്കാരുണ്ടായിരിക്കാം, ഇതിന് സുപ്രീം കോടതി വരെ കയറേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരിക്കാം. പക്ഷേ സുപ്രീം കോടതിയുടെ നേരത്തെ സൂചിപ്പിച്ചിരിക്കുന്ന സുപ്രധാനമായിട്ടുള്ള 3 വിധികൾ ഈ കാര്യത്തിലുണ്ട്. തമിഴ്നാട് ഗവൺമെന്റിന്റെ തന്നെ ഓർഡറുകൾ ഇക്കാര്യത്തിലുണ്ട്. അതും കൂടാതെ നമ്മുടെ ഭരണഘടനയിൽ തന്നെ ഗോവധ നിരോധനത്തിന് വേണ്ടി സ്റ്റേറ്റ് പ്രവർത്തിക്കണം എന്ന് പറയുന്നുമുണ്ട്. എന്തായാലും ഇത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിധിയാണ്. അത് കേവലം മതപരമായിട്ടുള്ള അടിസ്ഥാനത്തിൽ സെറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് മുൻ കോടതി ഉത്തരവുകളും സുപ്രീം കോടതിയുടെ തന്നെ പ്രധാനപ്പെട്ട ചില വിധി പ്രസ്താവങ്ങളും ഭരണഘടനയും തമിഴ്നാട്ടിലെ തന്നെ നിയമങ്ങളും എല്ലാം അടിസ്ഥാനപ്പെടുത്തി മതപരമായിട്ടുള്ള കാരണങ്ങളെ എല്ലാം മാറ്റി നിർത്തി നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടി മാത്രമാണ് ഹൈക്കോടതിയുടെ 2 ബെഞ്ച് ഈ ഒരു വിധി പ്രസ്താവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെ നമ്മുടെ നാട്ടിൽ ഭരണഘടനയിൽ പറയുന്ന പശുവധ നിരോധനം എന്നത് നടപ്പിലാക്കുന്ന മറ്റൊരു സംസ്ഥാനം കൂടി ഉണ്ടായിരിക്കുകയാണ്. അത് അപ്രതീക്ഷിതമായി തമിഴ്നാട് എന്ന സംസ്ഥാനമാണ് എന്നത് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.